നമ്മൾ ഇന്ന് പത്തിലത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പത്തിലകളെന്നും അതുപോലെ തന്നെ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പത്തിലത്തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ഒക്കെ ലഭ്യമായിട്ടുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകൾ വെച്ചിട്ടാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഏതൊക്കെയാണ് ഇലകളെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമ്മൾ എടുക്കുന്നത് വേലിച്ചീരയാണ്. ഇതിനെ മൾട്ടി വൈറ്റമിൻ പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇതിനെ നമുക്ക് മധുരച്ചീര, മൈസൂർ ചീര എന്നൊക്കെ പല പല പേരുകൾ അറിയപ്പെടാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേനയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ബി, അയൺ, സിങ്ക്, കാൽസ്യം എന്നിവയൊക്കെ ഉയർന്ന അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് അയഡിൻ ചീരയാണ്. ഇതിനെ അകത്തി ചീര എന്നും പറയാറുണ്ട് കേട്ടോ. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, കാൽസ്യം, അയൺ, നാരുകൾ എന്നിവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ മത്തനയിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കൊളസ്ട്രോളും പ്രമേഹവും ഒക്കെ നിയന്ത്രിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ സാമ്പാർ ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ വളരുന്നതും അതുപോലെ തന്നെ പോഷക സമൃദ്ധവുമായിട്ടുള്ള ഒരു നാടൻ ഇലയാണ് കേട്ടോ. ഇത് നമുക്ക് സാമ്പാറിലും പരിപ്പ് കറികളിലും ഒക്കെയാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയാണ് ഇതിന് ഈ ഒരു പേര് ലഭിച്ചത് തന്നെ. അപ്പോൾ അടുത്ത് നമ്മൾ ചീരച്ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് അയൺ, വൈറ്റമിൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നാടൻ ഇലക്കറിയാണ് കേട്ടോ. സാധാരണ ചേമ്പുകളെ അപേക്ഷിച്ചിട്ട് ഇതിന് ചൊറിച്ചിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം വശത്തായിട്ട് ചെറിയൊരു പൗഡർ രൂപത്തിലുള്ള ഒരു ഇത് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ പച്ചച്ചീരയാണ് കേട്ടോ. ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ചീര. ഈ കാണുന്നതാണ് ചായ മനസ അല്ലെങ്കിൽ മരച്ചീര എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിന് മെക്സിക്കൻ ചീരയെന്നും മായൻ ചീരയെന്നും ഒക്കെ പേരുണ്ട്. ഇത് സാധാരണ ചീരകളെക്കാട്ടിലും 3 ഇരട്ടിയോളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിനെ ചീരകളുടെ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് മരച്ചീനി, നമ്മുടെ കപ്പയില്ലേ, അതിൻ്റെ ഇലകളോട് സാദൃശ്യമുണ്ട്. ഇതിൻ്റെ തണ്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് പോലെയുള്ള ചെറിയൊരു ദ്രാവകം വരും കേട്ടോ. ഹൈഡ്രോസയാനിക് ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ ഒരിക്കലും പച്ചയായിട്ട് കഴിക്കരുത്. ഇലകൾ നന്നായി കഴുകി കുറഞ്ഞത് ഒരു 10-15 മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ കേട്ടോ. അടുത്തത് നമ്മൾ പയറിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് അയൺ, വൈറ്റമിൻസ്, ഫൈബറൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 10ാമതായിട്ട് നമ്മൾ ചൊറിയണം അല്ലെങ്കിൽ കൊടിത്തൂവ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചൊറിയണമോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും നെറ്റ് ചുളിക്കുന്നുണ്ടാവും അല്ലേ. ഇത് നല്ല രീതിയിൽ നമ്മൾക്ക് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൊറിച്ചിൽ മാറിക്കിട്ടാനായിട്ട് ചൂടുവെള്ളത്തിൽ ഒന്നിട്ടിരുന്നാൽ മതി കുറച്ച് നേരം. അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിലത്തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലകളെല്ലാം നമ്മളൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാ ഇലകളും നന്നായിട്ട് കഴുകി, അതായത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇല നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുക കേട്ടോ. എന്തെങ്കിലും പ്രാണിയോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ നല്ല ഇലകൾ മാത്രമാണ് ഇതിലേക്ക്, ഈ ഒരു തോരനിലേക്ക് നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. എന്നാൽ പോലും ഓരോ ഇലകളും മറിച്ചും തിരിച്ചും ഒക്കെ നോക്കി പുഴുക്കളോ പ്രാണികളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു തോരനിലേക്ക് ഇത് എടുക്കാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ. ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. ഈ ഒരു പത്തിലത്തോരൻ എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് ദൂരത്തേക്കൊന്നും പോയി നടക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ഒക്കെ ലഭിക്കുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 10 ഇലകൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ. നമുക്ക് എത്ര ഇലകളാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. 10 കുറഞ്ഞാലും കുഴപ്പമില്ല, 10 കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചൊറിയണത്തിൻ്റെ ഇല നമ്മൾ ചൂടുവെള്ളത്തിൽ അതിൻ്റെ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ധൈര്യമായിട്ട് നമുക്കെടുത്ത് ഉപയോഗിക്കാം. കാരണം ഇനി ചൊറിയത്തോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ ഇലകളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്തോരളവിലാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. പിന്നെ നമ്മുടെ ഈ പത്തിലത്തോരന് നമ്മൾ പൊതുവേ കഴിക്കുന്നത് കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയില്ലേ, നമ്മുടെ കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പത്തിലത്തോരൻ കഴിക്കാറുള്ളത്. പക്ഷേ നമുക്കല്ലാതെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം, യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പത്തിലത്തോരനിലേക്ക് എടുക്കേണ്ട ഇലകളെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേജിൽ പത്തിലത്തോരനിലേക്ക് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 19 തരം ഇലകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ മുരിങ്ങയില ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇലകളും പത്തിലത്തോരനിലേക്ക് പൊതുവെ എല്ലാ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലകളും നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഇലകളെല്ലാം നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇലകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം കിളുന്തലകൾ അല്ലെങ്കിൽ തളിരിലകളാണ് ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ടും എടുക്കാറ്. അപ്പോൾ അത് നോക്കി നമ്മൾ ഇലകൾ എടുക്കുക കേട്ടോ. ഈ പച്ചിലകളിൽ ധാരാളം ഇരുമ്പും അതുപോലെ തന്നെ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിനും നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്നതിനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ ഈ മാസം വിവിധതരം ഇലകൾ കഴിക്കുന്നത് ഒരു ശീലമാക്കിയിട്ടുണ്ടാവുക. അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം.
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തും പരിസരത്തൊക്കെ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരുപാട് ഇലകളുണ്ട്. പക്ഷെ ആരും അതത്ര വലിയ കാര്യമാക്കി എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, 3 ചെറിയുള്ളി, 3-4 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി പത്തിലത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ചട്ടി വെച്ചു. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് അരി എടുത്തിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇനി അതിലേക്ക് 3-4 ചെറിയുള്ളി നമ്മൾ അരിഞ്ഞ് ചേർക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ വറ്റൽമുളക് ഇല്ലേ, അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് വാടി വരട്ടെ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലകളെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുന്നതാണ്. അതായത് ഇലക്കറികൾ വേവിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരിക്കലും ഉപ്പ് ചേർക്കരുത്. കാരണം വേവുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇലയുടെ അളവില്ലേ, അത് പകുതിയിലധികമായിട്ടും കുറയും വെന്ത് കഴിയുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ എടുക്കുന്ന ഇലയുടെ ആ ഒരു അളവിന് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കറിയിൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറി പകുതി വെന്ത ശേഷമോ അല്ലെങ്കിൽ വാങ്ങുന്നതിന് തൊട്ട് മുൻപോ മാത്രമായിട്ട് ഉപ്പ് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഇലകളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഇനി ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി വയ്ക്കാം. അങ്ങനെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരപ്പും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് നമ്മൾ വേവിക്കുകയാണ്. പിന്നെ ഇലക്കറി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അങ്ങനെ വേവിക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മുടെ പത്തിലത്തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പത്തിലത്തോരനൊക്കെ വെച്ച് കഴിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെച്ചൊന്ന് കഴിച്ചു നോക്കുക. ഇപ്പോൾ 10 ഇലകൾ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഏത് ഇലകൾ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.